ഒരു തർക്കത്തിൽ ജയിക്കാനുള്ള ഏറ്റവും വലിയ ആയുധം നല്ല കിടിലൻ ഒരു മറുപടി കൊടുക്കുന്നതല്ല, മറിച്ച് ഒന്നും മിണ്ടാതിരിക്കുന്നതാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? കേൾക്കുമ്പോൾ ഒരുമാതിരി തോന്നാമല്ലേ? പക്ഷേ ഇതാണ് സത്യം. വെറുതെ വാക്കുകൾ കളയാതെ എങ്ങനെ സംഭാഷണങ്ങൾ നമ്മുടെ വരുതിയിലാക്കാമെന്നതിന്റെ രഹസ്യമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഈയൊരു ഫീലിംഗ് നമുക്കെല്ലാവർക്കും എപ്പോഴെങ്കിലുമൊക്കെ തോന്നിയിട്ടുണ്ടാവും അല്ലേ? ഒരു വഴക്ക് കഴിഞ്ഞ് നമ്മളിങ്ങനെ ഇരുന്ന് ആലോചിക്കും, അത്രയൊന്നും സംസാരിക്കണ്ടായിരുന്നു. നമ്മൾ കൂടുതൽ വിശദീകരിക്കാൻ ശ്രമിക്കുമ്പോൾ, ന്യായീകരിക്കാൻ നോക്കുമ്പോൾ പതിയെ കൺട്രോൾ നമ്മുടെ കയ്യിൽ നിന്ന് പോണ പോലെ തോന്നും. നമ്മൾ പറയുന്ന ഓരോ വാക്കും ശരിക്കും നമ്മളെ കൂടുതൽ ദുർബലരാക്കുവാണോ? അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് രീതിയിലുള്ള ചിന്താഗതി കാണാം. ഒന്നാമത്തത് ഒരു ഓട്ടോ പൈലറ്റ് മോഡ്. നമ്മളിൽ ഭൂരിഭാഗം പേരും ഇങ്ങനെയാണ്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ മതി, നമ്മൾ അപ്പം തന്നെ പ്രതികരിക്കും. ഒരു പ്രകോപനം വന്നാൽ അപ്പം ചാടി വീഴും. പക്ഷേ യഥാർത്ഥ ശക്തി കിടക്കുന്നത് രണ്ടാമത്തെ വഴിയിലാണ്, സ്ട്രാറ്റജിക് മൈൻഡ്. അതായത് വെറുതെ പ്രതികരിക്കുന്നതിന് പകരം ആലോചിച്ച് തന്ത്രപരമായി പെരുമാറുക. ആ ഒരു മാറ്റമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്: മിണ്ടാതിരിക്കുന്നത് ഒരു കുറച്ചിലല്ല, അതൊരു ബലഹീനതയല്ല. നേരെ മറിച്ച് അത് നമ്മുടെ കയ്യിലുള്ള ഏറ്റവും മൂർച്ചയേറിയ ആയുധമാണ്. നമ്മൾ മിണ്ടാതിരിക്കുന്നത് അവർക്ക് മറുപടി ഇല്ലാത്തതുകൊണ്ടല്ല, മറിച്ച് അവരുടെ നിലവാരമില്ലാത്ത കളിയിൽ നമ്മൾക്ക് പങ്കുചേരാൻ താൽപ്പര്യമില്ലാത്തതുകൊണ്ടാണ്. ഇതിന്റെ പവർ എന്താണെന്ന് നോക്കിക്കേ. ഒരാൾ നിങ്ങളെ വാക്കുകൾ കൊണ്ട് ആക്രമിക്കുകയാണെന്ന് വെക്കുക. നിങ്ങൾ അപ്പം തന്നെ തിരിച്ചു മറുപടി പറഞ്ഞാൽ നിങ്ങൾ അവരുടെ വലയിൽ വീണു കഴിഞ്ഞു. പക്ഷേ നിങ്ങളൊന്നും മിണ്ടാതെ നിന്നാലോ? അപ്പം കളി മാറും. കളിയുടെ റൂൾസ് തന്നെ മാറും. കൺട്രോൾ മുഴുവൻ നിങ്ങളുടെ കയ്യിലാവും. നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ പറയുന്ന ഓരോ വാക്കും മറ്റേയാൾക്ക് നിങ്ങൾക്കെതിരെ പ്രയോഗിക്കാനുള്ള ഓരോ വെടിയുണ്ടകളാണ്. നിങ്ങൾ ഓരോന്ന് വിശദീകരിച്ചു കൊടുക്കുമ്പോൾ നിങ്ങളുടെ വീക്ക്നെസ് എവിടെയാണെന്ന് നിങ്ങൾ തന്നെ അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ ദേഷ്യപ്പെടുമ്പോൾ എന്ത് പറഞ്ഞാലാണ് നിങ്ങൾക്ക് കൊള്ളുന്നതെന്ന് അവർക്ക് മനസ്സിലാവും. പക്ഷെ നിങ്ങൾ മിണ്ടാതിരുന്നാലോ, അവർക്ക് നിങ്ങളെ ആക്രമിക്കാൻ ഒരു പഴുതുപോലും കിട്ടില്ല. ശരി, ഇത് ജീവിതത്തിൽ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. വിചാരിക്കുക, നിങ്ങളൊരു വിലപേശലിന്റെ നടുവിലാണ്. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ഒട്ടും നടക്കാത്ത ഒരു ഡിമാൻഡ് വെക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും നമുക്ക് എന്താ തോന്നുക? അതിനെ എതിർത്ത് സംസാരിക്കണം, അല്ലേ? പക്ഷെ ഒരു നിമിഷം, അതിനു പകരം നിങ്ങൾ ഒന്നും മിണ്ടരുത്. ഒരു 3-4 സെക്കൻഡ് കംപ്ലീറ്റ് സൈലൻസ്. എന്നിട്ട് എന്ത് സംഭവിക്കുമെന്ന് നോക്കിക്കോ. ആ ഒരു നിശബ്ദതയുണ്ടാക്കുന്ന ടെൻഷൻ അവർക്ക് സഹിക്കാൻ പറ്റില്ല. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി അവർ തന്നെ വീണ്ടും സംസാരിക്കാൻ തുടങ്ങും. മിക്കവാറും അവരുടെ ഡിമാൻഡ് കുറച്ചുകൊണ്ട് തന്നെ. ഇത് വെറുതെ ഏതെങ്കിലും ഒരു തർക്കത്തിൽ ജയിക്കാനുള്ളൊരു ടെക്നിക്ക് മാത്രമല്ല കേട്ടോ. ഇത് ലോങ് റണ്ണിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾ ആവശ്യമുള്ളപ്പോൾ മാത്രം സംസാരിക്കുന്ന ഒരാളാണെങ്കിൽ കാലം കഴിയുന്തോറും നിങ്ങളുടെ ഓരോ വാക്കിനും ഒരു വിലയുണ്ടാകും. നിങ്ങൾ വായ തുറക്കുമ്പോൾ ആളുകൾ ശ്രദ്ധിക്കും. കാരണം അവർക്കറിയാം നിങ്ങൾ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കാറില്ലെന്ന്. ഓക്കെ, അപ്പോൾ പുറമേയുള്ള ആയുധത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഇനി നമുക്ക് അകത്തേക്ക് വരാം. അതായത് നമ്മുടെ ഉള്ളിലുള്ള ഒരു പ്രതിരോധ കവചത്തെക്കുറിച്ച്. മറ്റുള്ളവർക്ക് നമ്മളെ ചൊടിപ്പിക്കാൻ കഴിയാത്ത ഒരവസ്ഥ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാം? സത്യം പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അങ്ങനത്തെ ചില ബക്കണുകളുണ്ടല്ലേ? എന്താണ് നിങ്ങളെ പെട്ടെന്ന് പ്രകോപിപ്പിക്കുന്നത്? ആരെങ്കിലും നിങ്ങളുടെ കഴിവിനെ ചോദ്യം ചെയ്യുന്നത് കേൾക്കുമ്പോഴാണോ? അല്ലെങ്കിൽ നിങ്ങളെ ഒരു മടിയനെന്നോ മണ്ടിയെന്നോ വിളിക്കുമ്പോഴാണോ? നമ്മുടെ ഉള്ളിലേക്ക് തുളച്ചുകയറി ഒരു റിയാക്ഷൻ ഉണ്ടാക്കാൻ പ്രേരിപ്പിക്കുന്ന ആ ഒരു പോയിന്റ്, അതാണ് നിങ്ങളുടെ ട്രിഗർ. ഇതിനെ മറികടക്കാനുള്ള വഴി എന്താണെന്നോ? ഈ ഒരു ചിന്ത മനസ്സിലങ്ങ് ഉറപ്പിക്കുക. അവരുടെ അഭിപ്രായം എനിക്ക് വിഷയമല്ല, അത് വെറുമൊരു ശബ്ദം മാത്രം. അതിന് മറുപടി കൊടുക്കേണ്ട ഒരു കാര്യമില്ല. ഇവിടെ നിങ്ങൾ അവരെ അവഗണിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് അവരുടെ വാക്കുകൾക്ക് നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ ഒരു ശക്തിയുമില്ലെന്ന് നിങ്ങൾ സ്വയം പ്രഖ്യാപിക്കുകയാണ്. നിങ്ങൾ ആ ഒരു ലെവലിലേക്കെത്തിയാൽ, അതായത് പുറത്ത് ആരെന്തു പറഞ്ഞാലും എന്തു ചെയ്താലും നിങ്ങളുടെ ഉള്ളിലെ സമാധാനത്തെ അതൊന്നും ബാധിക്കില്ലെന്നൊരവസ്ഥ വന്നാൽ പിന്നെ നിങ്ങളെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല. അതാണ് ശരിക്കുമുള്ള പവർ. ശരി, കുറച്ചുകൂടി ഒരു അഡ്വാൻസ്ഡ് ലെവൽ ടെക്നിക് നോക്കിയാലോ? ചില സമയങ്ങളിൽ അവിടെ ഇല്ലാതിരിക്കുന്നതിന്റെ ശക്തി അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇതൊരു സിമ്പിൾ ലോജിക്കാണ്. ഒരു സാധനം എപ്പോഴും കിട്ടാനുണ്ടെങ്കിൽ അതിന് വലിയ വിലയുണ്ടാവില്ല, അല്ലേ? അതുപോലെയാണ് നമ്മളും. നിങ്ങൾ എപ്പോഴും എല്ലാവർക്കും വേണ്ടി ഓടി നടക്കുകയാണെങ്കിൽ ആളുകൾ നിങ്ങളെ ഫോർ ഗ്രാൻഡഡ് എടുക്കും. എന്നാൽ നിങ്ങൾ തന്ത്രപരമായി കുറച്ചൊന്ന് മാറി നിന്നാലോ, അവിടെ നിങ്ങളുടേതായ ഒരു ഗ്യാപ്പ് ഉണ്ടാകും. ആളുകൾ നിങ്ങളെ മിസ് ചെയ്യാൻ തുടങ്ങും. നിങ്ങളുടെ വില തനിയെ കൂടും. ചില സമയങ്ങളിൽ നമ്മൾ ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം ഒന്നും ചെയ്യാതിരിക്കുക എന്നതാണ്. ചില ആളുകൾക്ക് സ്വയം കുഴിയിൽ ചാടാൻ നമ്മുടെ സഹായമൊന്നും വേണ്ട. അവർക്ക് വേണ്ട പണി അവർ തന്നെ വാങ്ങിച്ചോളും. നമ്മുടെ എനർജി വെറുതെ കളയാതെ ശരിക്കും ആവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അത് സൂക്ഷിച്ചു വയ്ക്കുക.
ശരി, ഇനി പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത് നിശബ്ദതയെ ഒരു പവർ ടൂളായും ഒരു ഡിഫൻസ് മെക്കാനിസമായും ഉപയോഗിക്കുന്നതിനെക്കുറിച്ചാണ്. പക്ഷേ ഇതിനൊരു അതിർവരമ്പുണ്ട്. ആ ലൈൻ ക്രോസ് ചെയ്താൽ ഈ ശക്തമായ തന്ത്രം ഒരുതരം പീഡനമായി മാറും. അപ്പോൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ഒരാളെ മിണ്ടാതെ അവഗണിക്കുന്നത് എപ്പോഴും ഒരു ശക്തിയുടെ ലക്ഷണമാണോ? എപ്പോഴാണ് ഈ തന്ത്രം വെറും ക്രൂരതയായി മാറുന്നത്? അവിടെയാണ് നമ്മൾ സൈലന്റ് ട്രീറ്റ്മെന്റ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ഇതൊരു തന്ത്രമല്ല, ഇത് ഒരുതരം ഇമോഷണൽ അബ്യൂസാണ്. ഇത് സ്വയം രക്ഷിക്കാനോ അല്ലെങ്കിൽ കാര്യങ്ങൾക്കൊരു വ്യക്തത വരുത്താനോ അല്ല ഉപയോഗിക്കുന്നത്. മറിച്ച് നമ്മൾക്ക് പ്രിയപ്പെട്ട ഒരാളെ ശിക്ഷിക്കാനും കൺട്രോൾ ചെയ്യാനും വേദനിപ്പിക്കാനും വേണ്ടിയാണ്. ഇവ തമ്മിലുള്ള വ്യത്യാസം അതിന്റെ ഉദ്ദേശശുദ്ധിയിലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ സ്ട്രാറ്റജിക് സൈലൻസ് എന്നത് നമ്മളെ ദ്രോഹിക്കുന്ന ഒരാൾക്കെതിരെ ഉപയോഗിക്കുന്ന ഒരു പ്രതിരോധമാണ്. അത് മിക്കവാറും കുറച്ചു കാലത്തേക്ക് മാത്രമായിരിക്കും. പക്ഷെ സൈലന്റ് ട്രീറ്റ്മെന്റ് അങ്ങനെയല്ല. അത് നമ്മൾക്ക് വേണ്ടപ്പെട്ടവർക്ക് നേരെ അവരെ വേദനിപ്പിക്കാൻ വേണ്ടി തന്നെ ഉപയോഗിക്കുന്ന ഒരു ആയുധമാണ്. ചുരുക്കി പറഞ്ഞാൽ, ഒന്ന് നമ്മുടെ സമാധാനം രക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ്, മറ്റേത് വേറൊരാളുടെ സമാധാനം നശിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ചുരുക്കി പറയാം. അധികാരത്തിന്റെ ഈ 7 നിയമങ്ങൾ ഓർത്തുവെച്ചോളൂ. 1. നിങ്ങളുടെ ശ്രദ്ധ സ്വർണം പോലെയാണ്, അത് ആർക്കും വെറുതെ കൊടുക്കരുത്. 2. നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധം നിശബ്ദതയാണ്. 3. നിങ്ങളുടെ വിലയറിയാത്തവരുടെ മുന്നിൽ സ്വയം വിശദീകരിക്കാൻ നിൽക്കരുത്. 4. അങ്ങനെയുള്ളവരെ നിങ്ങളുടെ തലയിൽ നിന്ന് തന്നെ എടുത്തു കളയുക. 5. തന്ത്രപരമായി മാറി നിൽക്കുന്നത് നിങ്ങളെ കൂടുതൽ ആകർഷണീയരാക്കും. 6. നിസ്സംഗതയുടെ ഒരു കവചം സ്വയം ഉണ്ടാക്കിയെടുക്കുക. 7. ചിലപ്പോൾ ഒന്നും ചെയ്യാതിരിക്കുന്നതിലൂടെയാണ് നമ്മൾ മുന്നോട്ടു പോകുന്നത്. ഇനി നിങ്ങൾക്കുള്ളൊരു ചോദ്യത്തോടെ നമുക്കിത് അവസാനിപ്പിക്കാം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കൂ. ആരുടെ മുന്നിലാണ് നിങ്ങൾ ആവശ്യമില്ലാതെ ഇങ്ങനെ വിശദീകരിച്ച് സമയം കളയുന്നത്? ആരുടെയൊക്കെ ഡ്രാമയിലാണ് നിങ്ങൾ ഒരു കഥാപാത്രമായി പ്രതികരിച്ച് നിങ്ങളുടെ എനർജി കളയുന്നത്? ആലോചിച്ചു നോക്കൂ. ആ പവർ നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. അത് തിരിച്ചെടുക്കാനുള്ള സമയമായി.